ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ മഠത്തിലെ ഓണാഘോഷം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ ദിവസത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും പിറ്റേ ദിവസം നമ്മൾ മഠത്തിലുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളുമാണ് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ 3 പേരും കൂടെ നിന്ന് കളിക്കുന്ന ഈ ഒരു വീഡിയോ നമ്മുടെ കുടുംബസംഗമത്തിൻ്റെ അന്ന് വൈകുന്നേരം എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ മോളുടെ പേര് ദക്ഷ എന്നാണ് കേട്ടോ. എൻ്റെ മോളുടെ പേരും ദക്ഷ എന്നാണ്, ഈ മോളുടെ പേരും ദക്ഷ എന്നാണ്. ഭയങ്കര സ്നേഹമാണ് കേട്ടോ 3 പേരും പരസ്പരം. അപ്പോൾ ഇതാ ഇങ്ങനെ ആ മോളിനോടൊപ്പം ഇരുന്ന് കളിക്കുവാണേ. ഈ മോളുടെ പേര് ദക്ഷ ശർമ്മ എന്നും എൻ്റെ മോളുടെ പേര് ദക്ഷ കാർത്തിയാനി എന്നാണ് കേട്ടോ. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ദക്ഷ മോളെ 2 പേർക്കും, എൻ്റെ മക്കൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരിങ്ങനെ വർത്താനം പറയുകയാണ്, അവരുടേതായിട്ടുള്ള ഭാഷയിൽ എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട്. അവളുടെ തലമുടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചും ഇതുപോലെ ദക്ഷമോള് ഇവരെ സ്നേഹിക്കുന്നുണ്ട്. കണ്ടില്ലേ ഓരോന്നൊക്കെ ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരുടെ കളിയും ചിരിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ. അപ്പോൾ കുടുംബസംഗമം പ്രമാണിച്ചിട്ട് ദക്ഷമോളും അവളുടെ അമ്മയും കൂടെ ഇവിടെ വന്നതാണ് കേട്ടോ. ദക്ഷമോള് മാത്രമല്ല കൺമണിയും കിങ്ങിണിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ കൺമണിയും കിങ്ങിണിയാണെന്ന് മനസ്സിലായോ? നമ്മുടെ രേവ ചേച്ചിയില്ലേ, ചുടുകട്ട മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് അടിച്ച രേവ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ കൺമണിയും കിങ്ങിണിയൊക്കെ. അപ്പോൾ കുട്ടികളോടൊപ്പം ഇരുന്ന് ഇങ്ങനെ കളിക്കുകയും ചിരിക്കുകയും അവരുടെ വർത്താനം കേട്ടുകൊണ്ടിരിക്കാനൊക്കെ എന്ത് രസമല്ലേ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് അവരുടെ വർത്താനമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അതിനിടയിൽ കൂടെ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്, പിള്ളേരുടെ കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. നല്ല രസമല്ലേ അവരോടൊപ്പം കൂടുമ്പോൾ, നമ്മളും കുട്ടികളായതുപോലെ. ഇതാണ് ദക്ഷക്കുട്ടിയുടെ അമ്മ. അപ്പം ദക്ഷയുടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ദക്ഷ വീട്ടിൽ ഭയങ്കര ചട്ടമ്പിയാണ്, പക്ഷേ ഇവിടെ ഇവരോടൊപ്പം കൂടിയപ്പോഴത്തേക്കും അവളുടെ ചട്ടമ്പിത്തരം ഒക്കെ പോയി എന്നിങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ 3 പേരും കൂടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ്. അല്ലെങ്കിലും ദക്ഷയ്ക്കും മോക്ഷയ്ക്കും കൊച്ചുകുട്ടികളോട് ഒരു പ്രത്യേക അടുപ്പമാണ് കേട്ടോ. അവർ പെട്ടെന്ന് തന്നെ ഇണങ്ങും കൊച്ചുകുട്ടികളോട്. മുതിർന്ന ആൾക്കാരെക്കാളും ഇഷ്ടമാണ് കൊച്ചുകുട്ടികളെ. അപ്പം അവർ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളോടാണെങ്കിൽ കൂടിയും ഭയങ്കരമായിട്ട് കമ്പനിയാവും കേട്ടോ. പക്ഷെ മുതിർന്ന ആൾക്കാരോട് അങ്ങനെയല്ല. മുതിർന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ തറയിലിറങ്ങില്ല, നിർബന്ധമാണ്, എടുത്താൽ പോവില്ല, അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവങ്ങളുണ്ട് കേട്ടോ എൻ്റെ മക്കൾക്ക്. അപ്പോൾ അവളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അവൾക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്. എനിക്കറിയില്ലേ എന്തൊക്കെയാണ് ചെയ്യണേന്ന് അവർക്ക് പോലും അറിയില്ല. അങ്ങനെ തലേ ദിവസത്തെ കുടുംബസംഗമമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസത്തെ പരിപാടികളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ അമ്മയും കൂടെ ഞങ്ങളോടൊപ്പം വരും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പിറ്റേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് എല്ലാ ഡ്രസ്സൊക്കെ ഇട്ട് നിർത്തിയിരിക്കുവാണേ. അപ്പോൾ ഇതാണ് ഞങ്ങളെ മുറിയായിരുന്ന സ്ഥലം കേട്ടോ. ഇപ്പോൾ അവിടെ കട്ടിലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ ഒരു മുറിയാണ് ഞങ്ങളുടെ മുറിയായിരുന്നത് കേട്ടോ. അപ്പം ആ മുറിയിലും ഒക്കെ കയറുന്നുണ്ടേ. അപ്പം ഇതാണ് നമ്മുടെ തേവാരം, മഠത്തിലെ തേവാരമാണ് കേട്ടോ. അപ്പോൾ മോക്ഷ മഠത്തിലെ തേവാരത്തിൻ്റെ അടുത്തൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പായസമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുറ്റുപാടും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ മഠത്തിനകത്തുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചുറ്റുപാടും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഏട്ടനും ആനന്ദും കൂടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടൻ്റെ അനിയനാണേ ഇവൻ. അപ്പം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൺമണിയും കിങ്ങിണിയും കൂടെ മോളിൽ നിന്ന് ഇറങ്ങി വന്നു. ആരും ചേരുമ്പോൾ ഒരു രസമാണല്ലേ. അപ്പോൾ കിങ്ങിണി എന്നോട് എന്തോ വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും എന്തോ തിരിച്ച് മറുപടിയൊക്കെ പറഞ്ഞേ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് പത്മചിറ്റ വന്നായിരുന്നു. പത്മചിറ്റയും ഞങ്ങളെല്ലാവരും കൂടെ എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് മറന്നുപോയി കേട്ടോ. ആധികാരികമായിട്ട് എന്തോ ചർച്ച ചെയ്യുവാണ്. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഈ ഒരു കാണുന്ന പൂച്ചയില്ലേ, ഇതിവിടെ തന്നെ പ്രസവിച്ച പൂച്ചയാണ് കേട്ടോ. ഒത്തിരി നാളൊന്നും ആയില്ല, ഇന്നാൾ പ്രസവിച്ചതേ ഉള്ളൂ. ഇത്ര വലുതായോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പെട്ടെന്നാണെന്ന് തോന്നണോ അല്ലേ പൂച്ചകളൊക്കെ വളരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴേക്കും ഹരീഷേട്ടൻ ചാരു കസേരയിലൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇരിക്കുന്നുണ്ട്. വേറൊന്നും അല്ല കേട്ടോ, റീൽസോ അങ്ങനെ എന്തോ എടുക്കുന്ന തത്രപ്പാടിലാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലോ എന്തോ റീലൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തെന്ന് തോന്നണു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കൺമണിയും കിങ്ങിണിയും അമ്മയും കൂടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. പശുവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. പക്ഷേ പശുവില്ല, തൊഴുത്ത് ചുമ്മാതെ കിടക്കുവാണ് കേട്ടോ. അതായത് ഇപ്പോൾ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുവാണേ തൊഴുത്ത്.
പശുവിനെ കൊണ്ട് അപ്പുറത്ത് എവിടെയോ ഉണ്ണിശപ്പം കെട്ടിയിട്ടുണ്ട്. പക്ഷേ തൊഴുത്ത് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുവാണ്, കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അവിടെ നോക്കണ്ട, തൊഴുത്ത് കഴുകാൻ വേണ്ടി ഇട്ടേക്കുവാണ്, പശുവിനെ കാണാനില്ല എന്ന് പറഞ്ഞു. ആ തെക്കതിൻ്റെ ബാക്ക് സൈഡിൽ എന്തോ ആണെന്ന് തോന്നുന്നു കെട്ടിയിട്ടേക്കുന്നത്. കണ്ടില്ല കേട്ടോ, ഞാൻ അവിടെയൊക്കെ നോക്കി പക്ഷെ കണ്ടില്ല. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് അകത്തേക്ക് കയറി ഇരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കിങ്ങിണിയും കൺമണിയും ഉണ്ട്. വേറെ കുട്ടികളെല്ലാം പോയി കേട്ടോ. ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് മൊത്തം ഒരു ശൂന്യതയായി. ഇനിയിപ്പോൾ നാളെ തൊട്ട് സ്കൂൾ തുറക്കുവാണല്ലോ, അതായത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം സ്കൂൾ തുറക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. ഈ സ്കൂളും കൂടെ തുറന്നു കഴിഞ്ഞാലോ ആരും തന്നെ കാണില്ല കേട്ടോ. കുട്ടികളെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും കാണില്ല. ഇതാണ് കൺമണിക്കുട്ടി. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഹായ് പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്രേക്ഷകർക്ക് അവളൊരു ഹായ് പറഞ്ഞതാണ് കേട്ടോ. രേവതി ചേച്ചിയുടെ മോളാണേ, മനസ്സിലായല്ലോ നിങ്ങൾക്ക് അവളെ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നല്ലോ. അങ്ങനെ കുറച്ച് നേരം ഉമ്മറത്തെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഈ നിലത്തിരിക്കുന്ന മോളാണ് നേരത്തെ കണ്ട കൺമണിയുടെ ചേച്ചി കിങ്ങിണി കേട്ടോ, അതായത് രേവതി ചേച്ചിയുടെ മൂത്ത ആള്. പശുവിനെ എവിടെയൊക്കെയോ കെട്ടിയിട്ട് ഉണ്ണീശപ്പൻ എരുത്തിൽ ക്ലീൻ ചെയ്യുവാണ്. എരുത്തിലെന്ന് പറയുന്നത് തൊഴുത്താണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെയൊക്കെ എരുത്തിലെന്നൊക്കെ പറയാറുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരു ഓണക്കാലവും കൂടെ പോയി അല്ലേ, എന്ത് പെട്ടെന്നല്ലേ ദിവസങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു നല്ല ഓണക്കാലവും കൂടെ പോയി. ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഓണം വ്ളോഗുകളെല്ലാം കഴിയുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബായ്.